ഹരേ കൃഷ്ണ. ഈ വർഷത്തെ കാമത ഏകാദശി വ്രതം 2024 ഏപ്രിൽ 19 അതായത് വെള്ളിയാഴ്ചയാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. മഹാവിഷ്ണുവിന് വേണ്ടിയാണ് കാമത ഏകാദശി വ്രതം ആചരിക്കുന്നത്. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഏറ്റവും വലിയ കുറ്റങ്ങൾ പോലും പൊറുക്കപ്പെടുകയും മരണശേഷം വൈകുണ്ഠധാമം പ്രാപിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഈ ദിവസം ഭഗവാൻ ശ്രീ ഹരിവിഷ്ണുവിനെ ആരാധിക്കുന്നു. ഇത്തവണത്തെ കാമത ഏകാദശി ദിവസത്തിൽ സവിശേഷവും പ്രധാനവുമായിട്ടുള്ള ഒരു വൃദ്ധിയോഗം കണക്കാക്കപ്പെടുന്നുണ്ട്. വൃദ്ധിയോഗം എന്ന് പറഞ്ഞാൽ അത് വളർച്ചയുടെയും സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു എന്നാണ്. 27 യോഗങ്ങൾ 11ാമത്തെ യോഗമാണ് വൃദ്ധിയോഗം. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും സംയോജനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യോഗങ്ങൾ പ്രധാനമായും തീരുമാനിക്കുന്നത്. ഈ വൃദ്ധിയോഗത്തിൽ ചെയ്യുന്ന ഏതൊരു ജോലിയും അത് വർദ്ധിച്ചു തന്നെ വരുന്നു. അതല്ലാതെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ അത് ഒരു തടസ്സമില്ലാതെ ആ കാര്യം നമ്മളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ല സമയമാണ് ഈ ദിവസം. അപ്പോൾ ഏകാദശി വ്രതം എങ്ങനെ നോക്കാമെന്ന് നോക്കാം. ദശമി ദിവസം അതായത് തലേ ദിവസം ഒരിക്കൽ എടുക്കുക. ഏകാദശി ദിവസം രാവിലെ കുളിച്ച് കഴിയുമെങ്കിൽ നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളികൾ കഴിഞ്ഞ് വെള്ള വസ്ത്രം ധരിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങളുടെ വീട്ടിലെ പൂജാ റൂമിൽ നിങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് പൂജ ചെയ്യാവുന്നതാണ്. ശേഷം ഈശ്വര ഭജനവുമായി കഴിച്ചു കൂട്ടുന്നത് ഉത്തമമാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ഊണിറക്കങ്ങൾ ആ ദിവസം തീർത്തും നിങ്ങൾക്ക് വർജിക്കാവുന്നതാണ്. തുളസി തീർത്ഥം സേവിക്കാം. ഏകാദശി തിഥിയുടെ അന്ത്യപാദവും ദ്വാദശിയുടെ ആദ്യപാദവും ചേർന്ന 30 നാഴികയാണ് ഹരിവാസരം. ഈ സമയം ജലപാനം കൂടി ഒഴിവാക്കി വ്രതം അനുഷ്ഠിക്കുന്നതാണ് നല്ലത്. തൈലം, താമ്പൂല സേവനം, സ്ത്രീ സേവ എന്നിവ ഒഴിവാക്കുകയും മനഃശുദ്ധിയും ശരീരശുദ്ധിയും വാക്ശുദ്ധിയും പാലിക്കുകയും വേണം. ദ്വാദശി ദിവസം അതായത് ഏകാദശിയുടെ അടുത്ത ദിവസം തന്നെ കുളിച്ച് വിഷ്ണു പൂജ ചെയ്യണം. ബ്രാഹ്മണർക്ക് ദാനം, ഭോജനം തുടങ്ങിയവയും നൽകാവുന്നതാണ്. അതിനുശേഷം പാരണം വീടണം. പാരണ വീടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപവാസം തീർക്കുന്നതാണ്, ഉപവാസം മുറിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സമയം എല്ലാം ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ പാരണയുടെ എങ്ങനെ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചാനലിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാൻ വയ്യാത്തവർ അതിലൊന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ പാരണ ചെയ്തതിന് ശേഷം തുളസി തീർത്ഥം നിങ്ങൾക്ക് സേവിച്ച് പാരണ വിടാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് ആഹാരം അന്നത്തെ ദിവസം കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യ സ്ഥിതി അനുസരിച്ച് വേണം നിങ്ങൾ ഏകാദശി വ്രതം എടുക്കുവാൻ. ചിലർ വെള്ളം മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു നേരം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. അരിയാഹാരം നിങ്ങൾക്ക് ഒട്ടും കഴിക്കാൻ പാടുള്ളതല്ല. 9 നവധാന്യങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല. ഓക്കെ. അപ്പോൾ പാരണ ചെയ്യുന്ന സമയത്ത് തുളസി തീർത്ഥം സേവിച്ചതിന് ശേഷം നിങ്ങൾക്ക് അരിയാഹാരം കഴിച്ച് നിങ്ങൾക്ക് പാരണ വിടാവുന്നതാണ്. അപ്പം ഏകാദശിയുടെ സമയം തിഥി ആരംഭിക്കുന്നത് ഏപ്രിൽ 18 വൈകിട്ട് 5:31 മുതൽ അവസാനിക്കുന്നത്. ഏകാദശി തിഥി അവസാനിക്കുന്നത് ഏപ്രിൽ 19 വൈകിട്ട് 8:04 തിഥി അവസാനിക്കുന്നു. അതുപോലെ തന്നെ ഹരിവാസര സമയം എന്ന് പറയുന്നത് ഏപ്രിൽ 19 1:28 മുതൽ അപ്പം വെളുപ്പിന് 2:44 വരെയാണ് ഹരിവാസര സമയം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ വ്രതം മുറിക്കാവുന്നത് പാരണ ചെയ്യേണ്ട സമയം ഏപ്രിൽ 20 രാവിലെ 5:50 മുതൽ 8:26 വരെ. രാവിലെ 5:50 മുതൽ 8:26 വരെയാണ് നിങ്ങൾക്ക് പാരണ ചെയ്യുന്ന സമയം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. അപ്പം പുതിയ ഒരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ.